നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും നിർണായകമാകുന്ന നേതാക്കളുടെ ഭാവി സാധ്യതകൾ വിശകലനം ചെയ്യുന്ന നായകരുടെ നാളെയിൽ ഈ ലക്കം രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ബി.ജെ.പിയിൽ അംഗത്വമെടുത്തിട്ട് കേവലം 8 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഏറ്റവും ജൂനിയറായ നേതാവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വഹിച്ച സ്ഥാനങ്ങൾ നോക്കിയാൽ ഏത് മുതിർന്ന നേതാവിനോടും കിടപിടിക്കും. ഒരേ സമയം വ്യവസായിയും രാഷ്ട്രീയക്കാരനുമാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 3 വർഷം കേന്ദ്ര സഹമന്ത്രിയായി, കുറച്ചുകാലം ബി.ജെ.പി. ദേശീയ വക്താവായി. കേരളത്തിൽ ബി.ജെ.പിക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി. തൊട്ടു പിന്നാലെ കെ സുരേന്ദ്രൻ്റെ പിൻഗാമിയായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായി. തിരുവനന്തപുരം തോൽവിക്ക് പിന്നാലെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല എന്ന് വന്നതോടെ സജീവ രാഷ്ട്രീയം നിർത്തുന്നതായി കാണിച്ച ഒരു ട്വീറ്റൊക്കെ ചെയ്തിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ അത് പിൻവലിക്കുകയും തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഇൻറ്റേണിന് പറ്റിയ അബദ്ധമെന്ന വിശദീകരണമൊക്കെ നൽകുകയും ചെയ്തു. വിവാദങ്ങളുടെയും കേസുകളുടെയും വലിയൊരു പശ്ചാത്തലം എന്നും രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസായിക്കും രാഷ്ട്രീയക്കാരനും പിന്നാലെയുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ടാക്കിയിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2006 മുതൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. HD ദേവഗൌഡയുടെ ജനതാദൾ സെക്യുലറിൻ്റെ പിന്തുണയിലായിരുന്നു അന്ന് വ്യവസായിയായ രാജീവ് ആദ്യം രാജ്യസഭയിലെത്തുന്നത്. 2012 JDSൻ്റെയും സ്വതന്ത്രന്മാരുടെയും പിന്തുണയോടുകൂടി രാജ്യസഭാംഗമായി. കേന്ദ്രത്തിൽ NDA സർക്കാർ വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം അടുപ്പത്തിലായി. പിന്നീട് പതിയെ അദ്ദേഹം ബി.ജെ.പിയുമായി ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും 2018 ഔദ്യോഗികമായി ബി.ജെ.പി. അംഗമാകുന്നതും ബി.ജെ.പിയുടെ നോമിനിയായി രാജ്യസഭാംഗമാകുന്നതും. ഒരേപോലെ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ഡീൽ ആരോപണം നേരിടുന്ന കേരള ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ജയമായാലും തോൽവിയായാലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റും പഴിയും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനാവും. ഇനി രാജീവ് ചന്ദ്രശേഖരന് മുന്നിലെ സാധ്യതകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. സാധ്യത 1, 3-ലേറെ സീറ്റുകളിൽ ബി.ജെ.പി. ജയം. 3-ഓ അതിലേറെയോ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനായാൽ അത് രാജീവ് ചന്ദ്രശേഖരന് വലിയ നേട്ടമാകും. ഇതുവരെ ഒരു സംസ്ഥാന അധ്യക്ഷനും കഴിയാത്ത നേട്ടം സ്വന്തമാക്കുന്നതിലൂടെ വലിയ ക്രെഡിറ്റും രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കും. ഒപ്പം നേമത്ത് ജയിക്കുക കൂടി ചെയ്താൽ നിയമസഭയിലും പുറത്തും ദേശീയ നേതൃത്വത്തിന് മുന്നിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും. നേമത്ത് തോറ്റാലും മറ്റിടങ്ങളിൽ ബി.ജെ.പിയെ ജയിപ്പിക്കാനായാലും അത് എണ്ണം 3-ൽ കൂടുതലുണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കരുത്തനായി തന്നെ രാജീവ് ചന്ദ്രശേഖരന് നിൽക്കാൻ കഴിയും. പക്ഷേ ഒരു ചെറിയ വിഷയമുണ്ട്. ഇങ്ങനെ ജയിച്ചു വരുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളാണെങ്കിൽ പതിയെ അവർ നിയമസഭാ ഇടപെടലുകളിലൂടെ ബി.ജെ.പിയുടെ പ്രധാന മുഖമായി അവർ മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രാജീവ് ചന്ദ്രശേഖരന് കാത്തിരിക്കേണ്ടിയും വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്വാഭാവികമായി മത്സരിക്കാനുള്ള അവസരമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കാനും തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി സാധ്യത 2, 1-2 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു എന്ന് കരുതുക. അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖരന് നിലനിർത്താം. നിലവിലെ അവസ്ഥയിൽ തന്നെ ഏകദേശം മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിനപ്പുറം തെരഞ്ഞെടുപ്പ് ഫലം രാജീവ് ചന്ദ്രശേഖരനെ ഒരു കരുത്തനാക്കുകയോ അല്ലെങ്കിൽ ദുർബലനാക്കുകയോ ഒന്നും ചെയ്യില്ല. ജയത്തിൽ നിയമം ഉൾപ്പെട്ടാൽ പക്ഷേ സ്ഥിതി അങ്ങനെ ആവണമെന്നില്ല. കുറേ കൂടി മെച്ചം സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാവും. നിയമസഭാംഗത്വം അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുക. രാജഗോപാൽ നിയമസഭാംഗമായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ കണ്ടതാണ്. പാർട്ടിയിൽ എൻ്റെ നിരാശയുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കരുത്ത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിയിച്ച കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ്റെ അധ്യക്ഷ കാലാവധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടിയില്ല. തൃശ്ശൂരിലെ ജയം സുരേഷ് ഗോപിയുടെ ജയമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അന്ന് പാർട്ടിയൊക്കെ ഏകോപിപ്പിച്ചിരുന്ന സുരേന്ദ്രൻ്റെ ജയമായി അത് എവിടെയും പാർട്ടി വില കണ്ടില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ 2 സീറ്റ് കിട്ടിയാൽ ഏറെക്കുറെ സമാന അവസ്ഥയാവും രാജീവ് ചന്ദ്രശേഖരനും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വലിയ വിജയമായോ പരാജയമായിട്ടോ ഒന്നും അതിനെ വിലയിരുത്താനുള്ള സാധ്യത തൽക്കാലം ബി.ജെ.പിയിലില്ല. ഇനിയാണ് സാധ്യത 3, 1 സീറ്റിൽ മാത്രം ജയിക്കുന്നു എന്ന് കരുതുക. 1 സീറ്റിൽ ജയിച്ചാൽ തൽക്കാലം പരിക്കില്ലാതെ വേണേ മുന്നോട്ട് പോകാം. അതിനപ്പുറം സംസ്ഥാന അധ്യക്ഷൻ്റെ ഏതെങ്കിലും ഒരു ക്രെഡിറ്റായി അത് മാറുകയില്ല. സ്വാഭാവികമായും ആര് അധ്യക്ഷ സ്ഥാനത്തിരുന്നാലും ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ഒരു ജയം എന്നതിനപ്പുറത്തേക്ക് അതിന് ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക മെറിറ്റ് സംസ്ഥാന അധ്യക്ഷന് ലഭിക്കില്ല. ഇനി ജയിക്കുന്നത് നിയമമാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിയമസഭയിലെ പ്രകടനം വെച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്താം. ഇനി മറ്റേതെങ്കിലും മണ്ഡലമാണ് ജയിക്കുന്നതെങ്കിൽ അതിനുള്ള അവസരവും രാജീവ് ചന്ദ്രശേഖരന് നഷ്ടമാവും. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടമോ കോട്ടമോ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാവും വിലയിരുത്തലുണ്ടാവുക. ഇനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത, 4-മത്തെ സാധ്യത, ബി.ജെ.പിക്ക് സമ്പൂർണ്ണ പരാജയം.
അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമാകുമെന്നത് ഉറപ്പ്. പരാജയത്തിൻ്റെ മുഴുവൻ പഴിയും കേൾക്കേണ്ടി വരിക രാജീവ് ചന്ദ്രശേഖറിന് തന്നെയാവും. സംസ്ഥാന നേതാക്കളിൽ നിന്നും പരസ്യമായ വിമർശനമടക്കം കേൾക്കേണ്ടി വരും. BJP ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ മാറുകയും ചെയ്യും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനോട് പലതരത്തിലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയോടും അടക്കം പലതരത്തിലുള്ള എതിർപ്പും കേരളത്തിലെ പ്രധാനപ്പെട്ട BJP നേതാക്കൾക്കൊക്കെയുണ്ട്. പക്ഷേ BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കിയാൽ അതിനെ നേരിട്ട് എതിർക്കാനോ അതിനെ വിമർശിക്കാനോ ഒന്നും കഴിയില്ല. ഉള്ളിലുള്ള അമർഷവുമൊക്കെ ഉള്ളിൽ ഒതുക്കുക മാത്രമാണ് കഴിയുന്നത്. പക്ഷേ പരാജയമുണ്ടായാൽ അങ്ങനെ ആവില്ല. സ്വാഭാവികമായും ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് രാജീവ് ചന്ദ്രശേഖറിനെതിരെ തിരിയുകയും ചെയ്യും. ഇങ്ങനെ 4 സാധ്യതകളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷന് മുന്നിലുള്ളത്. ഇതിൽ ഏതു സാധ്യതയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.